നമസ്കാരം. നവകേരള സർക്കിട്ട് കഴിഞ്ഞ മുഖ്യമന്ത്രിയും കൂട്ടുമന്ത്രിമാരും തിരിച്ചെത്തുമ്പോഴേക്കും സംസ്ഥാനം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായി സംസ്ഥാനത്തിൻ്റെ അടിവേര് വരെ ഇളകിയിരിക്കുന്നു. എന്നിട്ടും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും. ഒരു രൂപ പോലും അധികമായി കടമെടുക്കാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിരുന്നു. ഇതോടെ അങ്കലാപ്പിലായ മന്ത്രിക്കൂട്ടം പ്രതിസന്ധി തരണം ചെയ്യാൻ തന്ത്രങ്ങൾ പലത് മെനയുകയാണ്. കിഫ്ബി തിരിച്ചടച്ച വായ്പകൾക്ക് തുല്യമായ തുക വായ്പയെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വഴി. കടമെടുത്താണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേന്ദ്രത്തിനറിയാം. സംസ്ഥാനത്തിൻ്റെ പോക്ക് അതീവ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുതന്നെയാണ് അധികമായി 10 പൈസ പോലും വായ്പയെടുക്കാൻ അനുവദിക്കില്ലെന്ന ഇന്നലെ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത്. കിഫ്ബി തിരിച്ചടച്ച വായ്പകൾക്ക് തുല്യമായ തുക വീണ്ടും കടമായി ആവശ്യപ്പെടുമ്പോൾ അത് അധിക കടമെടുപ്പ് നിഷേധിച്ചതുകൊണ്ട് പണം സംഘടിപ്പിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ തന്ത്രമാണെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ തന്ത്രം പൊളിയാനാണ് സാധ്യത. അടുത്ത വഴി KSFയും ബീവറേജസ് കോർപ്പറേഷനും ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പരമാവധി പണം മുൻകൂറായി വാങ്ങുക എന്നുള്ളതാണ്. KSFയിൽ നിന്ന് പണം വലിച്ചാൽ നിരവധി പേരുടെ നിക്ഷേപവും ചിട്ടിയുമെല്ലാം വെള്ളത്തിലാകുമെന്നുറപ്പാണ്. ബീവറേജസ് കോർപ്പറേഷനൊക്കെ വിറ്റുവരവ് അപ്പോൾ സർക്കാരിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് മുൻകൂറായി പണം വാങ്ങുന്നത്? ഇതൊക്കെ കിട്ടി എന്നു തന്നെ ഇരിക്കട്ടെ, ഇതുകൊണ്ട് സർക്കാരിന് ആവശ്യമുള്ള തുക സ്വരൂപിക്കാൻ കഴിയില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം താൽക്കാലികമായി മാറ്റിവെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വഴി. മുമ്പ് ചൂടുവെള്ളത്തിൽ വീണ സർക്കാർ ജീവനക്കാർ ഇനി അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. സംഘടനാ നേതാക്കളായ കമ്മികൾ ജീവനക്കാർക്കിടയിലുള്ളതുകൊണ്ട് വിരട്ടിയും സമ്മർദ്ദത്തിലാക്കിയുമൊക്കെ സർക്കാർ ജീവനക്കാരെ വരുതിക്ക് നിർത്താമെന്ന് വെച്ചാൽ അതും ഫലിക്കാൻ സാധ്യതയില്ല. വർഷാവസാനത്തിലുള്ള ചെലവുകൾ അടുത്ത കൊല്ലത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് അടുത്ത വഴി. അത് നടക്കും. കാരണം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞുമുറുക്കുന്നു, കേന്ദ്രം സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെയുള്ള 4-5 ഡയലോഗുകളും അടിച്ച ഇളമരം കരീമിനെ എങ്ങാനും കൊണ്ട് കേന്ദ്രത്തിനെതിരെ 2-3 പ്രതിഷേധങ്ങളും കൂടി നടത്തിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഇതുവരെ തുടക്കമിടാത്ത പദ്ധതികൾ അടുത്ത കൊല്ലത്തേക്ക് മാറ്റിവെക്കുന്നതാണ് പിന്നെയുള്ള മറ്റൊരു മാർഗം. അത് നടക്കും. കാരണം പ്രഖ്യാപിക്കലേ ഉള്ളൂ, നടപ്പിലാക്കലില്ല എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പാലവുമൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും തകർന്നു വീഴുന്ന അവസ്ഥയിലാണല്ലോ കേരളം. പദ്ധതി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അഴിമതിയും കൈയിട്ടുവാരലും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നർത്ഥം. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് തൽക്കാലത്തേക്കുള്ള പണമുണ്ടാക്കുക എന്നതാണ് പിന്നെയുള്ള മാർഗം. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഭൂരിഭാഗവും CPM നിയന്ത്രണത്തിലുള്ളതാണ്. ആ ബാങ്കുകളുടെയൊക്കെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ വഴിയും അടയാനാണ് സാധ്യത. ഇതൊക്കെ വരുത്തിവെച്ചതാരാണ്? കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിയായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളം സാമ്പത്തികമായി ഇത്രയേറെ, അതായത് ഈ അടുത്ത കാലത്തൊന്നും കരകയറാൻ കഴിയാത്ത തരത്തിൽ അധപതിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധൂർത്തിൻ്റെയും അഴിമതിയുടെയും അവസാന വാക്കാണ് പിണറായി വിജയൻ. പറഞ്ഞു ഓക്കാനം വരുന്നു, എങ്കിലും പറയാതെ വയ്യ. എന്തിനാണ് മാസം 80 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വെറുതെ ഇട്ടിരിക്കുന്നത്? 1,05,00,000 രൂപയുടെ ആഡംബര ബസ്, നവകേരള സർക്കിട്ട്, നീന്തൽക്കുളം നവീകരണം, ലിഫ്റ്റ്, ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ, പശുത്തൊഴുത്ത്, കോടികൾ പൊടിച്ചുള്ള അനാവശ്യ നിയമ പോരാട്ടങ്ങൾ, റെയിലിൻ്റെ മഞ്ഞ കുറ്റിയടിക്കൽ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ 7ഓളം ഉപദേശികൾ, KM എബ്രഹാമും ലോക്നാഥ് ബെഹ്റയും VP ജോയിയും അടക്കമുള്ള ഇഷ്ടക്കാരെ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘം, മുഖ്യമന്ത്രിയുടെ അനാവശ്യ സുരക്ഷ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാതൊരു പ്രയോജനവുമില്ലാതെ നടത്തിയ 100 കണക്കിന് വിദേശയാത്രകൾ, പിണറായി വിജയനും ഭാര്യയ്ക്കും 2 കൊല്ലത്തെ ചികിത്സാ ചെലവായി 75 ലക്ഷം. ഇതൊക്കെ എന്തിനാണ്? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു കൊല്ലം ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വെറുതെ ഇട്ടിരുന്നതിന് കൊടുത്തത് എത്രയാണെന്നറിയാമോ? 22 കോടിയിലധികം രൂപ. എന്തിനായിരുന്നു ഇതൊക്കെ? ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണുകൾ ഒന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം.